വളരെ ഗൗരവമേറിയ വിഷയമാണ്. നിയമസഭ അതിൻ്റെ 15ാം നിയമസഭയുടെ അവസാന സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. മന്ത്രി ശ്രീ എം പി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന സർക്കാരിൻ്റെ നിലപാട് അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുണ്ട്. മേയറുമായി സംസാരിച്ചിരുന്നു. മേയറുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ്റെ നിലപാടുകൾ പൊതുവെ ശക്തമാക്കി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കെട്ടിടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കോർപ്പറേഷനെ പരിശോധിച്ചതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടച്ചിട്ടുണ്ടോ? അതൊക്കെ തന്നെ ഗൗരവമായ അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അത്തരം നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കണം. ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. അതോടൊപ്പം നിലവിൽ കോഴിക്കോട് നഗരത്തിൽ കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഗൗരവമായി കോർപ്പറേഷൻ പരിശോധിക്കേണ്ടതുണ്ട്. അത് മേയറോട് സംസാരിച്ചിട്ടുണ്ട്. മേയർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ച ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതെല്ലാവരും ചേർന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ചേർന്ന് നിൽക്കണം. കുറ്റക്കാരാരാണോ അവർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നിലപാട് സ്വീകരിക്കണം. എന്നാൽ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നിയമം നടപ്പിലാക്കണം. നിയമം നടപ്പിലാക്കാൻ വിട്ടുവീഴ്ച ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ഇതാണ് പൊതുവെ പറയാനുള്ളത്. 2024 തന്നെ ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് എവിടെയാണ് ഈ വീഴ്ച സംഭവിച്ചത്? അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരണം, അന്വേഷിക്കണം. സമാന സ്വഭാവത്തിൽ ചില കെട്ടിടങ്ങൾ വേറെയുമുണ്ട്. ഇപ്പൊ ത്രിവേണി കെട്ടിടത്തിന്റെ ഇന്നലെ പുറത്തു വന്നു. അതിലൊക്കെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രണ്ട് വിഷയമുള്ള ഒന്ന്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല? ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് ഏത് ഉദ്യോഗസ്ഥനാണോ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കും. രണ്ട്, ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ ചൂണ്ടിക്കാട്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് മാത്രമല്ല, മൊത്തം പരിശോധിക്കണം. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പൊതുവെ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കുന്നുണ്ട് എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. അത് പൊതുവെ പരിശോധിക്കണം. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് സർക്കാരിന്റെ സമീപനം. 16 കെട്ടിടങ്ങൾ ഓൾറെഡി ഇത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞതാണ്. അതിനകത്ത് ആ നടപടി പൂർത്തിയായതാണ്. പിന്നീടും കാലതാമസം വരികയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 16 കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് കോർപ്പറേഷൻ വിലയിരുത്തിയിട്ട് അത് പിന്നീട് പൊളിക്കാനുള്ള കാലതാമസം എന്ന് പറയുന്നത് അത് സിസ്റ്റത്തിലെ പരാജയം തന്നെയല്ലേ സത്യത്തിൽ? അല്ല, അത് അന്വേഷണ വിധേയമാക്കണം. ഏതൊരു അന്വേഷണം വരുന്നുണ്ടല്ലോ, അന്വേഷണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം. എന്തിനായാലും നടപടി എടുക്കാതെ പോകണം? ശക്തമായ നടപടി, ഏതറ്റം വരെ പോകുന്ന നടപടി സ്വീകരിക്കണം. അതിലൊരു ഒരു ഒരു അയഞ്ഞ സമീപനമൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതിശക്തമായ നിലപാടെടുക്കണം. അല്ല, എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണമല്ലോ. എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഇടപെടുന്ന മേയർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു, ഇന്നലെ സംസാരിച്ചിരുന്നു, സംഭവം നടന്ന ഘട്ടങ്ങൾ സംസാരിച്ചു. അദ്ദേഹം വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ. മേയർ ശ്രീ ഒ സദാശിവൻ ഈ വിഷയത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് കൈക്കൊള്ളുമെന്ന് നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ സമരം ഇങ്ങനെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അത് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം, പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം, സ്വാഭാവികമാണ്. ഇത്തരൊരു വിഷയം ഉണ്ടാകുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുന്നത് അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, അത് സ്വാഭാവികമാണ്. അങ്ങനെ പ്രതിഷേധം നടത്തുന്നവരെ ആക്ഷേപിക്കാനോ ആ പ്രതിഷേധം തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. പ്രതിഷേധിക്കാൻ തീർച്ചയായിട്ടും പ്രതിഷേധിക്കേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ട വിഷയമാണിത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണം. അത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പ്രതിഷേധിക്കേണ്ട കാര്യങ്ങൾ പ്രതിഷേധിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ആരാണോ കുറ്റം ചെയ്തത് ആ കുറ്റം ചെയ്തവരെ ഒരു തരത്തിലും വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഉപ്പ് തിന്നവർ കുടിച്ചിരിക്കും. വിളിക്കുകയോ അല്ല സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കും, അതിലെല്ലാവരും ഒരുമിച്ച് വെക്കണം. എല്ലാവരും ഒന്നിക്കണം. അവിടെ ഒഴിയാത്തവർക്കൊപ്പം കുറച്ച് ആളുകൾ നിൽക്കുകയോ അയ്യോ
ഇവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിച്ച് നിൽക്കേണ്ട കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, എന്നാൽ പ്രതിഷേധിക്കേണ്ട കാര്യത്തിൽ പ്രതിഷേധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പാളയം അപകടം നടന്നാൽ ആർക്കൊപ്പമായിരിക്കും പ്രതിപക്ഷം എന്നുള്ളത്? അല്ല, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഞാനിപ്പോൾ ഭരണകക്ഷി എന്നോ പ്രതിപക്ഷം എന്നോ അല്ലെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയമായ ഒരു മുഖം കൊടുക്കാനൊന്നും ഞാൻ അതിനിപ്പോൾ താല്പര്യപ്പെടുന്നു. ഇത് നാളെ ആവർത്തിക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടരുത്, ഒരു മനുഷ്യനും പരിക്കേൽക്കരുത്. ഒന്നിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഒഴിപ്പിക്കൽ പ്രശ്നം വരുന്ന സമയത്ത് അത് പാളയം അത്തരം ഘട്ടങ്ങളിൽ ഒന്നിച്ചു വെക്കണം, എന്നാൽ പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കണം. ഈ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരും. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇനി ബാക്കി ആലോചിച്ചിട്ട് ഓക്കെ. ബാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.